തൃക്കരിപ്പൂർ മണ്ഡലം എന്നത് കാസർഗോഡിനെ സംബന്ധിച്ച് കേരളത്തെ തന്നെ സംബന്ധിച്ച് കൃത്യമായ ഒരു ഇടതുപക്ഷ പാരമ്പര്യമുള്ള ഒരു മണ്ഡലമാണ്. അവിടെ ഇപ്പോൾ നിലവിലെ സിറ്റിംഗ് MLA ആയിട്ടുള്ള M രാജഗോപാലൻ മാറി. അദ്ദേഹം ഇപ്പോൾ പാർട്ടി ജില്ലാ സെക്രട്ടറി കൂടിയാണ്. ഇപ്പോൾ പാർട്ടിയുടെ മുതിർന്ന നേതാവ് കൂടിയായിട്ടുള്ള ഡോക്ടർ VPP മുസ്തഫയാണ് ഇടതുപക്ഷത്തിനായി ഒരു പോരാട്ടത്തിനായി ഇറങ്ങുന്നത്. ഇപ്പോൾ അദ്ദേഹം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയുണ്ട് പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ? വളരെ ആവേശകരമായിട്ടും പ്രോത്സാഹനജനകവുമായിട്ടാണ് നമ്മുടെ പ്രചരണ പ്രവർത്തനങ്ങൾ മുന്നേറുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ജനക്ഷേമ പദ്ധതികളും വികസന നേട്ടങ്ങളും വലിയ നിലയിൽ ജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട്. മാതൃഭൂമിയുടെ തന്നെ സർവേ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു തരത്തിലുമുള്ള ഭരണവിരുദ്ധ വികാരം പ്രകടമല്ല ഇപ്പോൾ നാട്ടിൽ എന്നുള്ളത് കൊണ്ട് തന്നെ LDFിൻ്റെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. പയ്യന്നൂർ മണ്ഡലമൊക്കെ ആയിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു മണ്ഡലമാണ്. ആ രീതിയിലുള്ള ചർച്ചകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? പയ്യന്നൂർ മണ്ഡലത്തിൽ തന്നെ ഒരു കുഴപ്പവുമില്ല. ആ സ്ഥിതിക്ക് തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ പ്രത്യേകിച്ച് അതിൻ്റെ എന്തെങ്കിലും അനുരണനങ്ങൾ ഉണ്ടാകുന്നതേ ഇല്ല. പയ്യന്നൂരിൻ്റെ കരുത്ത്, പ്രത്യേകിച്ച് കരിവള്ളൂരിൻ്റെ മുനയംകുന്നിൻ്റെ ഒക്കെ നാടാണ് പയ്യന്നൂർ എന്നുള്ളത് കൊണ്ട് ആ വിപ്ലവ ചൂട് കയ്യൂരിൻ്റെ നാടായ തൃക്കരിപ്പൂരിനും കൂടി ലഭിക്കുന്നു. നമുക്ക് വലിയ നിലയിൽ തന്നെയുള്ള പാർട്ടി ബന്ധുക്കളുടെയും പാർട്ടി അഭ്യുദയാകാംക്ഷികളുടെയും എല്ലാം പിന്തുണയും പ്രോത്സാഹനവും ഉണ്ടാകുന്നുണ്ട്. മണ്ഡലത്തിനകത്ത് ഇപ്പോഴും UDFന് കൃത്യമായ ഒരു പേരിലേക്ക് എത്താൻ കഴിയുന്നില്ല. ഇപ്പോഴും അവിടെ ആ ഒരു സീറ്റ് തർക്കവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പുറത്തെ വീട്ടിൽ എത്തി നോക്കുക എന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരുടെ ഒരു ശീലമല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ എന്ത് നടക്കുന്നു എന്നുള്ളത് ഞങ്ങളെ ബാധിക്കുന്നില്ല. രാഷ്ട്രീയ പ്രവർത്തനം എങ്ങനെയാകരുത് എന്നുള്ളതിന് നമുക്ക് നല്ല പാഠമായി ചൂണ്ടിക്കാണിക്കാവുന്നത് ഇപ്പോൾ UDFിലും കോൺഗ്രസിലും നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ്. എന്തായാലും മാതൃഭൂമി ന്യൂസ് അടക്കം നടത്തിയിട്ടുള്ള സർവേ റിപ്പോർട്ടുകൾ അടക്കം അനുകൂലമാകും, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഘടകങ്ങളടക്കം അനുകൂലമാകും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ ഇടതുപക്ഷം തൃക്കരിപ്പൂരിനകത്ത് പ്രചരണവുമായി മുന്നോട്ടേക്ക് പോകുന്നത്. സാരം സുരേഷ്, മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.